മണ്ണ് കൊണ്ടുള്ള കുടം കാണാം. ഇത് പ്രധാനമായിട്ടും കള്ള് ചെത്താനായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. കള്ള് ചെത്തി കഴിയുമ്പോൾ അത് കളക്ട് ചെയ്യാനായിട്ട്. അത് കരിമാലൂരിൽ ഇതുണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. നമ്മളവിടെ പോയപ്പോൾ കണ്ട കാഴ്ചകളാണ്. ഇതിൻ്റെ മണ്ണ് പണ്ടൊക്കെ ഇവിടെ ധാരാളം ഇഷ്ടിക കളങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്നുള്ള കളിമണ്ണായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനെ മണ്ണ് കിട്ടാനില്ല. മണ്ണ് കിട്ടാൻ പ്രയാസമുള്ളതുകൊണ്ട് ബാംഗ്ലൂരിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. 50 ടണ്ണൊക്കെയുള്ള വലിയ വലിയ ട്രക്കുകളിൽ വരികയാണ്. 1000 ചില്ലാൻ രൂപ ഒരു ടണ്ണിന് അവർക്ക് വില വരുന്നുണ്ട്. കൊണ്ടുവന്ന് നമ്മുടെ ഇവിടുത്തെ കുറച്ച് മണ്ണും മണലൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എടുത്ത് പരിപൂർണമായിട്ട് കൈകൊണ്ടുള്ള ഡൈ ഒന്നും ഉപയോഗിക്കാതെ കൈകൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇത് നൂറുകണക്കിന് കുടങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഒരേ വലിപ്പം, ഒരേ ഷേപ്പാണ്. ഏകദേശം ഒരു 12 മുതൽ 15 ലിറ്റർ വോളിയം കൊള്ളാവുന്ന രീതിയിലാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് അടിയിലുള്ള അത് യൂണിറ്റ് കറങ്ങാൻ വേണ്ടി മാത്രമാണ് ഒരു മോട്ടോർ ഉപയോഗിക്കുന്നത്. ബാക്കിയെല്ലാം കൈകൊണ്ട് തന്നെയാണ് അവർ ഷേപ്പ് ചെയ്യണതും അതിൻ്റെ വോളിയം ഡിസൈഡ് ചെയ്യണതും എഡ്ജ് ചെയ്യണതും എല്ലാം. അടിഭാഗം പരന്നാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം, ഇത് അടിഭാഗം പരന്നിട്ടാണ് ഇത് ഉണ്ടാക്കി വരുന്നത്. പക്ഷേ ശരിക്കും ഇതിൻ്റെ കുടം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുമ്പോൾ അടിഭാഗം ഉരുണ്ടാണ് ഇരിക്കുക. അതെങ്ങനെയാണ് ചെയ്യണമെന്നും കൂടി കാണാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വോളിയം അവർ ഇങ്ങനെ മെഷർ ചെയ്ത് ഒരു പ്രത്യേക രീതിയിലുള്ള ചെറിയൊരു ടൂളുണ്ട് അവരുടെ കയ്യിൽ. അത് വെച്ചിട്ടാണ് അവരതിൻ്റെ ഉള്ളിൽ വെച്ച് അതിന് ഷേപ്പ് ചെയ്യണത്. അത് ഭയങ്കര കൗതുകമാണ് ഇത് കാണാൻ തന്നെ. കാരണം അത് ആ വലിപ്പം എല്ലാത്തിനും യൂണിഫോമായിട്ട് വരും. ഈ പ്രോസസ്സിലാണ് അവർ അതിൻ്റെ വലിപ്പം ഡിസൈഡ് ചെയ്യണത്, ഉരുട്ടുകയാണ് ചെയ്യണത്. ഇത് കേരളത്തിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യക്കാർ പാലക്കാട് ജില്ലയിലാണ്. ഇതിന് 80 രൂപ 100 രൂപ തോതിൽ ഇവിടെ നിന്ന് ബൾക്കായിട്ട് കയറി പോവാണ്. അവരാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യക്കാർ. നമ്മുടെ എറണാകുളം ജില്ലയിലും മറ്റും വളരെ വളരെ കുറവാണ്. പാലക്കാടാണ് ഇപ്പോൾ കള്ള് ചെത്ത് പ്രധാനമായിട്ട് നടക്കുന്നത്. അപ്പോൾ അവിടേക്കാണ് ഇത് കയറ്റി പോണത്. സ്ഥിരമായിട്ട് തൊഴിലാണിത്. ചെടിച്ചട്ടിയും മറ്റും സാധനങ്ങൾ ഉണ്ടാക്കുന്ന കൂട്ടത്തിലാണ് അവർ ഇതും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറൊരു ശ്രദ്ധിക്കപ്പെടേണ്ട പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അടിഭാഗം നമ്മൾ കാണുമ്പോൾ കാണാം ഒരു പരന്ന പ്രതലത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇത് കുറച്ച് കഴിയുമ്പോൾ അതിനവർ ഉരുട്ടും. ആ പ്രോസസ്സും കൂടി കാണാം. അപ്പോൾ അതിനാദ്യമായിട്ട് ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ ഈ കുടത്തിൻ്റെ സൈഡിൽ നമുക്ക് കാണാൻ പറ്റില്ല, ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ വള്ളികളിടും. ആ വള്ളികൾ കൂടി ഇതിനെ അതൊരു തരത്തിൽ സ്ട്രെങ്തനിങ്ങിന് ഇടുന്നതാണ്. നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഇരുമ്പിൻ്റെ കമ്പികൾ വയ്ക്കുന്ന പോലെ ചെറിയ ഒരു സ്ട്രെങ്തനിങ്, അതായത് പൊട്ടിപ്പോവാതിരിക്കാൻ. അത് നമുക്ക് കാണാൻ പറ്റില്ല, അവരതിനിടയിൽ ചെയ്യുന്നത്. അതിനുശേഷം ഇത് വെയിലത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് വാട്ടും. ചെറുതായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ മരത്തിൻ്റെ ചെറിയൊരു പലക കൊണ്ട് അടിച്ച് അതിൻ്റെ അടിഭാഗം നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ച് കാണാം, പരന്നല്ല ഇരിക്കുന്നത്, ഉരുണ്ട രീതിയിൽ ആക്കിയെടുക്കും.